അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി. നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല ഈ സമയത്ത് ആടുകളെ വളർത്തൽ. ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ മതി പനിയും വലിപ്പും വന്ന് നമ്മുടെ ലാഭമൊക്കെ ചോർന്നു പോകാൻ. മഴക്കാലത്ത് ആടുകളെ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ എങ്ങനെ മികച്ച ലാഭം കൊയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായി ഈ സമയത്ത് തറയിൽ ഈർപ്പം തട്ടാതെ നോക്കണം. മൺതറയിലാണെങ്കിൽ ആടുകൾക്ക് പെട്ടെന്ന് അസുഖം വരും. അതുകൊണ്ട് മച്ചിലോ അല്ലെങ്കിൽ ഉണങ്ങിയ നിലത്തോ നിർത്തുക. രണ്ടാമതായി തീറ്റയാണ്. മഴ നനഞ്ഞ പുല്ലും ഇലകളും നേരിട്ട് കൊടുക്കരുത്. അത് നന്നായി തുടച്ചോ അല്ലെങ്കിൽ കാറ്റ് കൊള്ളിച്ചോ ഇലകളൊക്കെ ഉണക്കി ആടുകൾക്ക് കൊടുക്കുക. മൂന്നാമതായി കുടിവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയോ കരിങ്ങാലിയോ വെള്ളമോ തിളപ്പിച്ചു നൽകുന്നത് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മഴക്കാലത്ത് നമ്മുടെ ആടുകളെയും ഉഷാറാക്കാം. ഒപ്പം നല്ല ലാഭവും കിട്ടും. കൂടുതൽ ആട് വളർത്തൽ ടിപ്പുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി. ഇന്നലെ മുതൽ ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ നല്ല തൊയിലൊക്കെ വലിച്ച് അതിൽ വെള്ളമൊന്നുമില്ല. നല്ല അടിപൊളി തൊയിൽ, കുനിന്ത് തൊയിലാണ്. അതിൽ വെള്ളമൊന്നുമില്ലാണ്ട് ഇനി ആടുകളിനെ വിട്ടിട്ട് കൊടുക്കുന്നത് കാണാം നമുക്ക്. ആടുകളൊക്കെ തയ്യാറായി നിൽക്കുകയാണ് തൊയിൽ തിന്നാൻ വരാൻ. അത് പ്ലാവൻ തൊയിലല്ല, കഴനിത്തൊയിലാണ്. അപ്പോൾ അവരിനെ വിട്ടു. മുറ്റത്തൊക്കെ വെള്ളമായത് കാരണം ആടുകൾക്ക് ഭയങ്കര അറപ്പ്. എല്ലാവരും ഇറങ്ങി. ഇനി തൊയിൽ തിന്നാൻ ഓടുകയാണ് അവർ. അവർക്ക് എപ്പോൾ തൊയിൽ വെക്കുകയാണെങ്കിൽ അവിടെ തന്നെ കെട്ടിക്കൊടുക്കുകയുള്ളൂ. മഴ ചോർന്നു പറഞ്ഞാൽ ആടുകളിനെ വിട്ടിട്ട് കൊടുക്കും. അപ്പോൾ അത് കണ്ടില്ലേ, അവർ തിന്നണത് ഉഷാറായി തിന്നും. അപ്പോൾ മേയാൻ വിട്ട ആടുകൾ മേയില്ല. വെള്ളം കാരണം ആടുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും മേയാൻ. എന്താ, രണ്ടാൾ വെള്ളവും കുടിക്കുന്നുണ്ട്, അമ്മയും മകളും, എങ്കോളിയും മൊട്ടച്ചിയും. എന്നിട്ട് വെള്ളമൊക്കെ കൊടുത്ത് ആടുകളിനെ കൂട്ടിൽ പിടിച്ച് കെട്ടിയിട്ട് അവരവിടെ മിണ്ടാണ്ട് നിന്നോളും. പിന്നെ മഴയൊക്കെ ചോർന്നു പറഞ്ഞാൽ ഇതുമാതിരി ആടുകളിനെ തുറന്നു വിടാം. പുല്ലിലെ വെള്ളമൊക്കെ പിടിച്ചു വരണം. അപ്പോൾ ആടുകളൊക്കെ നന്നായി തിന്നോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.